നമസ്തേ. ഞാൻ ഡോക്ടർ സൂസൻ ജോസഫ്, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്. സുഖകരമായ 7-8 മണിക്കൂർ ഉറക്കം മറ്റേതൊരു വ്യക്തിയെയും പോലെ തന്നെ ഗർഭിണികൾക്കും അത്യന്താപേക്ഷിതമാണ്. എന്നാൽ പ്രഗ്നൻസിയിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സ്ലീപ്പിംഗ് പൊസിഷൻ ഏതാണ് എന്ന് മിക്കവർക്കും സംശയമുണ്ട്. ആദ്യത്തെ 3 മാസങ്ങളിൽ യൂട്രസ് ഇടുപ്പിനകത്ത് ഒതുങ്ങുന്ന ഒരു അവയവമായതിനാൽ ഏത് പൊസിഷനും നേരെയോ ചെരിഞ്ഞോ കമന്നോ ഒന്നും കിടക്കുന്നത് ബാധിക്കുകയില്ല. എന്നാൽ 3 മാസത്തിന് ശേഷം യൂട്രസ് വയറിലേക്ക് വളരുന്നതിനാൽ കമന്ന് കിടക്കുമ്പോൾ അമ്മയ്ക്ക് തീർച്ചയായിട്ടും ഒരു ബോളിൻ്റെ മുകളിൽ കിടക്കുന്ന പോലെയുള്ള ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാകും. കുഞ്ഞിന് ഒരു അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ ഒരു കവചം കുഞ്ഞിന് ചുറ്റുമുള്ളതിനാൽ, ഒരു കുഷ്യൻ ഇഫക്റ്റ് ഉള്ളതിനാൽ കമന്ന് കിടന്നുകൊണ്ട് കുഞ്ഞിന് പ്രോബ്ലം ഒന്നും ഉണ്ടാകില്ല. എന്നാലും ആ ശീലം ആദ്യത്തെ 3 മാസങ്ങൾ കൊണ്ട് മാറ്റിയെടുക്കുവാൻ നമ്മൾ ഉപദേശിക്കാറുണ്ട്. 5 മാസമാകുമ്പോൾ യൂട്രസ് പുക്കിളിൻ്റെ ആ ലെവലിലെത്തും. 5 മാസത്തിന് ശേഷം എപ്പോഴും കിടക്കുമ്പോൾ ചെരിഞ്ഞ് കിടക്കുന്നതാണ് നല്ലത് എന്ന് നമ്മൾ പറയും. അത് ലെഫ്റ്റ് സൈഡിലേക്ക് ചെരിഞ്ഞ് കിടക്കുന്നതാണ് ബെസ്റ്റ് പൊസിഷൻ. എന്താണ് ഈ ലെഫ്റ്റ് സൈഡിലേക്ക് ചെരിഞ്ഞ് കിടക്കുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് നമുക്ക് നോക്കാം. അമ്മയ്ക്ക് ശ്വാസം മുട്ടി എഴുന്നേൽക്കുക, അതുപോലെ തലകറക്കം തുടങ്ങിയ പ്രോബ്ലംസൊക്കെ ചെരിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് കുറയും. കാരണം ഈ യൂട്രസിനകത്തുള്ള ബേബിയും ഫ്ലൂയിഡും പ്ലാസൻ്റയും എല്ലാം കൂടിയുള്ള ആ വെയിറ്റോടുകൂടി ഈ മേജർ ബ്ലഡ് വെസൽ, അതായത് നമ്മുടെ ബാക്ക് ബോണിൻ്റെ ഓവറായിട്ട് കിടക്കുന്ന മേജർ ബ്ലഡ് വെസൽ, അയോർട്ട, ഇൻഫീരിയർ വെയിന കവ തുടങ്ങിയ ആ ബ്ലഡ് വെസൽസിന് പ്രഷർ ഇഫക്റ്റ് വരുന്നതിനാലാണ് ഇങ്ങനത്തെ പ്രോബ്ലം ഉണ്ടാകുന്നത്. ഈ ബ്ലഡ് ഫ്ലോയ്ക്ക് വ്യത്യാസം വരികയും തൽഫലമായി യൂട്രസിലേക്കും കുഞ്ഞിലേക്കും ഒക്കെ ഉള്ള ബ്ലഡ് ഫ്ലോയും കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് അമ്മയ്ക്കും കുഞ്ഞിനും ദോഷമുണ്ടാക്കാം. ലെഫ്റ്റിലേക്ക് തന്നെ ചെരിഞ്ഞ് മടുക്കുമ്പോൾ നമുക്ക് റൈറ്റിലേക്കും ചെരിഞ്ഞ് കിടക്കാം. പക്ഷേ കൂടുതൽ സമയം ലെഫ്റ്റ് സൈഡ് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. കുഞ്ഞിന് ഉള്ള ഗുണങ്ങൾ, കുഞ്ഞിന് വളർച്ചക്കുറവുണ്ടെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ചെരിഞ്ഞ് ഉച്ചയ്ക്ക് പോലും ഒരു 1-2 മണിക്കൂർ ചെരിഞ്ഞ് കിടക്കുന്നത് നല്ലതാണെന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശവും ഇത് തന്നെയാണ്. കുഞ്ഞിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടുക എന്ന ഉദ്ദേശമാണ്. അതുപോലെ മലർന്ന് കിടന്ന് ശീലമുള്ളവർക്ക് അപ്പോൾ എങ്ങനെ അതിന് ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു 2 പില്ലോ ബാക്കിൻ്റെ പുറകിലായിട്ട് വെച്ച് ഒരു 45 ഡിഗ്രി എലിവേറ്റഡ് ആയിട്ട് കിടന്നാൽ ഈ ബ്ലഡ് വെസലിലേക്കുള്ള ഈ പ്രഷർ ഇഫക്റ്റ് ഉണ്ടാവാതിരിക്കും. ആ പ്രഷർ, യൂട്രസിൻ്റെ ആ പ്രഷർ ഇടുപ്പിലേക്കായിരിക്കും അപ്പോൾ ഡയറക്റ്റ് ചെയ്യുക. അപ്പോൾ അത് കുഞ്ഞിന് ദോഷകരമായി ബാധിക്കുകയില്ല. അമ്മയ്ക്കും ഈ ശ്വാസം മുട്ടലും തലകറക്കവും ഒക്കെ ഉണ്ടാവാതെ ഇരിക്കും. പിന്നെ ഒരു അഡ്വാൻറ്റേജ് ഈ പൊസിഷൻ്റേത്, നമ്മൾ ഹാർട്ട് ബേൺ പോലുള്ള പ്രോബ്ലം, അതായത് നെഞ്ചരിച്ചിൽ, മലർന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ ഉടനെ മലർന്ന് കിടന്നാൽ ഈ നെഞ്ചരിച്ചിലിൻ്റെ പ്രോബ്ലമൊക്കെ കൂടുതലാകും. അപ്പോൾ ഈ 45 ഡിഗ്രി എലിവേറ്റഡ് ആയിട്ട് കിടന്നാൽ ഈ പ്രോബ്ലവും കുറഞ്ഞു കിട്ടും. ഉറക്കത്തിലിപ്പം നേരെ എഴുന്നേറ്റ് വരുമ്പോൾ അത് നേരെ കിടക്കുന്നതായിട്ട് കാണുന്നത് കൊണ്ട് പാനിക്കാവുന്നവരുണ്ട്. അങ്ങനെ ആവേണ്ട ആവശ്യമില്ല. കാരണം യൂഷ്വലി നമുക്ക് ആ ബ്ലഡ് ഫ്ലോയ്ക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ അമ്മയ്ക്ക് തന്നെ അതിൻ്റെ പ്രോബ്ലം ഉണ്ടായി അമ്മ തന്നെ ഉണരാറുണ്ട് സാധാരണ. അപ്പോൾ നമുക്ക് ആ പൊസിഷനാണെന്ന് കണ്ടാൽ പതുക്കെ ചെരിഞ്ഞ് ലെഫ്റ്റിലേക്ക് ചെരിഞ്ഞ് കിടന്നാൽ മതി. പിന്നെ ഇങ്ങനത്തെ പൊസിഷൻ നേരെയായി പോകാതിരിക്കാനായിട്ടുള്ള പ്രഗ്നൻസി പില്ലോകൾ ഇന്ന് അവൈലബിൾ ആണ്. അതല്ലെങ്കിൽ സാധാരണ പില്ലോ തന്നെ നമുക്ക് ഒരെണ്ണം ബാക്കിൽ വെക്കുക, ഒരു പില്ലോ കാലിൻ്റെ ഇടയ്ക്ക്, മുട്ടുകളുടെ ഇടയിൽ വെക്കാം. ഒരു പില്ലോ, ചെറിയ പില്ലോ അല്ലെങ്കിൽ ഒരു ഷീറ്റാണെങ്കിലും ഫോൾഡ് ചെയ്ത് വയറിൻ്റെ താഴെയായിട്ട്, ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് വെക്കുന്നതും, ഈ പൊസിഷൻ ഇങ്ങനെ പില്ലോ വെക്കുന്നതും ഗർഭിണികൾക്ക് കംഫർട്ടബിൾ ആകും. വീട്ടിൽ വെച്ച് BP നോക്കി BP ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെന്ന് ചില ഗർഭിണികളോട് നിർദ്ദേശിക്കാറുണ്ട്. ഇപ്പോൾ ഇവരോട് നമ്മൾ പറയാറുള്ളത്, മലർന്ന് കിടന്നിട്ട് ഒരിക്കലും BP ചെക്ക് ചെയ്യരുത് എന്ന് പറയുമ്പോൾ, മലർന്ന് കിടന്ന് കഴിയുമ്പോൾ BP സാധാരണഗതിയിൽ കുറവായിരിക്കും. നമ്മൾ പറഞ്ഞതുപോലെ ഈ ബ്ലഡ് വെസലിനുള്ള ഒബ്സ്ട്രക്ഷൻ വരുന്ന കാരണമാണത്. അപ്പോൾ എപ്പോഴും ലെഫ്റ്റ് സൈഡിലേക്ക് ചെരിഞ്ഞ് കിടന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം മാത്രമേ അങ്ങനെ നിർദ്ദേശിച്ചിട്ടുള്ളവർ BP ചെക്ക് ചെയ്യാവുള്ളൂ. ഡെലിവറി ടൈമിലും ലേബർ റൂമിലൊക്കെ കിടക്കുമ്പോഴും നമ്മൾ ചെരിഞ്ഞ് കിടക്കാൻ ഗർഭിണികളോട് പറയുന്നതിൻ്റെ ഉദ്ദേശവും ഇത് തന്നെയാണ്. ഈവൻ സിസേറിയൻ സമയത്ത് പോലും നമ്മൾ ആദ്യം ഒരു ചെറിയ വെഡ്ജ് ലെഫ്റ്റ് സൈഡിൽ ഒരു ടിൽറ്റ് കിട്ടാൻ വേണ്ടി വെക്കും. ഇതിൻ്റെ എല്ലാം ഉദ്ദേശം ഇത് തന്നെയാണ്. ഈ മേജർ ബ്ലഡ് വെസൽസിനുള്ള ബ്ലഡ് ഫ്ലോയെ ഒബ്സ്ട്രക്റ്റ് ചെയ്ത് അമ്മയിലേക്കുള്ള ഹാർട്ടിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയാതിരിക്കാനും തൽഫലമായി കുഞ്ഞിലേക്കുള്ള ബ്ലഡ് ഫ്ലോയ്ക്കും വ്യത്യാസം ഉണ്ടാകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. പ്രത്യേകിച്ച് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റിനൊക്കെ വേരിയേഷൻ കണ്ടാലും നമ്മൾ ഉടനെ അത് ചെരിച്ച് കിടത്തുകയാണ് ചെയ്യുക. കൃത്യമായിട്ടുള്ള ഒരു സമയത്ത് തന്നെ ഉറങ്ങാൻ ശ്രമിക്കുക. ഒരു സ്ലീപ്പ് ഹൈജീൻ നമ്മൾ പാലിക്കുക. കൂടുതൽ കോഫി കുടിക്കുന്നത് അവോയ്ഡ് ചെയ്യുക. ഒരു 2 ഗ്ലാസ് കാപ്പിയിൽ കൂടുതൽ ഒരു ദിവസം കുടിക്കരുത്. അതുപോലെ തന്നെ കിടക്കുന്നതിന് മുമ്പായിട്ട് അധികം വെള്ളം കുടിക്കരുത്. വെള്ളം നേരത്തെ കുടിക്കുക. അപ്പോൾ ആ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാനുള്ള ആ ടെൻഡൻസി കുറയും. സ്ക്രീൻ ടൈം അത് മിനിമം ഒരു 1 അവർ മുമ്പെങ്കിലും മൊബൈലും TV യും ഒക്കെ ഓഫ് ചെയ്യാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.